Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 8ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് പുസ്തകത്തിൽ വരുന്ന എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന രസകരമായിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഇത് എൻജിൻ ട്രബിൾ. ഇന്ത്യൻ റൈറ്റർ ആയിട്ടുള്ള RK നാരായൺ അദ്ദേഹമാണ് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് RK നാരായണന്റെ പ്രൊഫൈൽ നോക്കാം. RK നാരായൺ അദ്ദേഹം ജനിച്ചത് 1906, മരണപ്പെട്ടത് 2001. ഈസ് വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദി ഇന്ത്യാസ് ഫൈനസ്റ്റ് ഇംഗ്ലീഷ് റൈറ്റേഴ്സ്. ഇന്ത്യയിലെ വളരെ മികച്ച ഇംഗ്ലീഷ് റൈറ്റേഴ്സിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. നാരായൺസ് സിമ്പിൾ ഹ്യൂമറസ് റൈറ്റിംഗ് സ്റ്റൈൽ ക്യാപ്ചേഴ്സ്. അദ്ദേഹത്തിൻ്റെ വളരെ സിമ്പിൾ, ലളിതവും നർമ്മം കലർന്നതുമായിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലിൽ അദ്ദേഹം ക്യാപ്ചേഴ്സ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ് ഇൻ എ ഫിക്ഷണൽ ഇന്ത്യൻ വില്ലേജ് മാൽഗുഡി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫിക്ഷണൽ ഇന്ത്യൻ വില്ലേജാണ് മാൽഗുഡി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തൻ്റെ കഥയ്ക്കു വേണ്ടി വിഭാവനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയായിട്ടുള്ള ഒരു ഗ്രാമമാണ് മാൽഗുഡി. ആ മാൽഗുഡിയിലെ മനോഹരമായിട്ടുള്ള ഗ്രാമീണ ജീവിതത്തെ തൻ്റെ ലളിതമായ നർമ്മം കലർന്ന എഴുത്തുകളിലൂടെ അദ്ദേഹം വരച്ചു കാണിക്കുന്നു, ഗ്രാമത്തിൻ്റെ ഭംഗി. വിച്ച് സെർവ്സ് ആസ് ദ സെറ്റിംഗ് ഫോർ മെനി ഓഫ് ഹിസ് സ്റ്റോറീസ്. അദ്ദേഹത്തിൻ്റെ പല കഥകളുടെയും പശ്ചാത്തലമായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫിക്ഷണൽ വില്ലേജ് ആയിട്ടുള്ള മാൽഗുഡിയാണ് അദ്ദേഹത്തിൻ്റെ പല കഥകളുടെയും പശ്ചാത്തലം. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ വർക്കുകളിൽ ദ ഗൈഡ് 1958 എഴുതിയിട്ടുള്ള ദ ഗൈഡ്, വിച്ച് വൺ ദ അവാർഡ് ഫോർ സാഹിത്യ അക്കാദമി, ഇന്ത്യാസ് നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ്. അപ്പോൾ 1958 അദ്ദേഹം എഴുതിയിട്ടുള്ള ദ ഗൈഡ് എന്ന് പറയുന്ന നോവലിന് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ലേറ്റർ അഡാപ്റ്റഡ് ഇൻ ടു എ പോപ്പുലർ ഫിലിം. ഈ ഗൈഡ് എന്ന് പറയുന്ന നോവൽ പിന്നീട് സിനിമയാക്കി മാറ്റിയിട്ടുണ്ട്. Among his other works are over 200 short stories. അദ്ദേഹത്തിൻ്റെ മറ്റു വർക്കുകൾ ഈ പറഞ്ഞവയ്ക്ക് പുറമെ 200 ചെറുകഥകൾ, അതുപോലെ ആൻ ഓട്ടോബയോഗ്രഫി മൈ ഡേയ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ, എ കളക്ഷൻ ഓഫ് എസ്സേസ്, അതുപോലെ തന്നെ എസ്സേകളുടെ ഒരു കളക്ഷൻ, എസ്സേകളുടെ ഒരു സമാഹാരം, അതിൻ്റെ പേരാണ് മൈ ഡേറ്റ്ലെസ് ഡയറി, ആൻഡ് റീടെല്ലിങ്സ് ഓഫ് ദ ഇന്ത്യൻ എപ്പിക്സ്, ദ രാമായണ ആൻഡ് ദി മഹാഭാരതം. വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ഇതിഹാസങ്ങളായിട്ടുള്ള രാമായണവും മഹാഭാരതവും അദ്ദേഹം റീടെല്ലിംഗ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നാരായൺ ഹാസ് റിസീവ്ഡ് സെവറൽ ഹോണേഴ്സ്. ഒരുപാട് ബഹുമതികൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് ദ പത്മ വിഭൂഷൺ ഇൻ 2000 പത്മവിഭൂഷൺ അടക്കം. ഹി വാസ് നോമിനേറ്റഡ് ടു ദ രാജ്യസഭ ഇൻ 1986. 1986 രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മളെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് എൻജിൻ ട്രബിൾ. അപ്പോൾ ഇവിടെ ഒരു റോഡ് എൻജിൻ, നമ്മളുടെ കഥയിലെ നരേറ്ററുടെ ജീവിതത്തിൽ റോഡ് എൻജിൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കപ്പെട്ടത് എന്നുള്ളത് വളരെ രസകരമായ രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവാണ് ഇവിടെ. അതായത് നറേറ്റർ തൻ്റെ ജീവിതത്തിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മുൻപിൽ പ്രസന്റ് ചെയ്യാണ്. നോക്കൂ. There came to our town some years ago a showman. വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ടൗണിലേക്ക് ഒരു ഷോമാൻ വന്നു. അതായത് ഒരു സർക്കസ് നടത്തുന്ന ആള്. ഹു ഓൺഡ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൾഡ് ഗേറ്റി ലാൻഡ്. അദ്ദേഹത്തിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവിടെ ഉദ്ദേശിക്കുന്നത് സർക്കസ് കമ്പനി. സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനം എന്നാണ്.
ഇവിടെ അദ്ദേഹത്തിന് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനത്തിന്റെ പേരാണ് ഗെയ്റ്റി ലാൻഡ്. അപ്പൊ ഗെയ്റ്റി ലാൻഡ് എന്ന് പറയുന്ന സ്ഥാപനം, അതായത് ഒരു സർക്കസ് കമ്പനി ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നു. അതോടുകൂടി ക്രൗഡ്സ് poured into the show from all over the district. ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ, ക്രൗഡ്സ്, ജനക്കൂട്ടങ്ങൾ സർക്കസ് കാണാൻ വേണ്ടിയിട്ട് ഒഴുകി. Within a week of opening, they collected nearly 500 rupees a day in gate money alone. സർക്കസ് തുടങ്ങിയിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ they collected nearly 500 rupees. അവർ ഏകദേശം 500 രൂപ അവർ കളക്ട് ചെയ്തു. അതും മൊത്തത്തിലല്ല, they collected 500 rupees a day in a gate money alone. ഗേറ്റ് മണി മാത്രമായിട്ട്, അതായത് എൻട്രി ഫീസ് മാത്രമായിട്ട് അവര് ഡെയിലി 500 രൂപ വീതം, 500 രൂപയോളം അവർ കളക്ട് ചെയ്തു. ഗെയ്റ്റി ലാൻഡ് പ്രൊവൈഡഡ് us with all sorts of fun. എന്താ ഗെയ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞാൽ? ആ സർക്കസ് കമ്പനി, ആ ഗെയ്റ്റി ലാൻഡ് എന്ന് പറയുന്ന സർക്കസ് കമ്പനി പ്രൊവൈഡഡ് us all sorts of fun. എല്ലാ തരത്തിലുള്ള തമാശകളും, എല്ലാ തരത്തിലുള്ള ഫണ്ണും ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു. ആൻഡ് ഗാംബ്ലിംഗ്, അതിനൊക്കെ പുറമെ ഗാംബ്ലിംഗ് ഉണ്ടായിരുന്നു, ചൂതാട്ടം. ആൻഡ് സൈഡ് ഷോസ്, പിന്നെ എന്തുണ്ടായിരുന്നു? സൈഡ് ഷോകൾ. സൈഡ് ഷോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന പ്രോഗ്രാം കൂടാതെ, ഇപ്പൊ അവിടുത്തെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് സർക്കസ് ആണ്, അത് കൂടാതെയുള്ള മറ്റു പരിപാടികൾ. ഫോർ എ കപ്പിൾ ഓഫ് അണാസ് വി കുഡ് വാച്ച് എനിത്തിങ് ഇൻ എനി ബൂത്ത്. അതായത് കപ്പിൾ ഓഫ് അണാസ്, 2 അണ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ബൂത്തിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു പരിപാടിയും നമുക്ക് വാച്ച് ചെയ്യാൻ കഴിയുമായിരുന്നു. 2 അണ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ബൂത്തിൽ നിന്നും, എനി ബൂത്ത്, ഏത് ബൂത്തിൽ നിന്നും കുഡ് വാച്ച് എനിത്തിങ്, നമുക്കിഷ്ടമുള്ള എന്ത് പ്രോഗ്രാമും നമുക്ക്, അപ്പോൾ ഒരു പ്രോഗ്രാം വാച്ച് ചെയ്യാൻ നമ്മൾ 2 അണ കൊടുത്തു കഴിഞ്ഞാൽ മതി. എന്തെല്ലാം പ്രോഗ്രാമുകളാണ് ഉണ്ടായിരുന്നത്? ഫ്രം പെർഫോമിംഗ് പാരസ് ടു ക്രാക്ക് മോട്ടോർ സൈക്ലിസ്റ്റ് ലൂപ്പിംഗ് ദ ഡോം ഓഫ് ഡെത്ത്. അതായത് പെർഫോം ചെയ്യുന്ന തത്തകളുടെ പെർഫോമൻസ് മുതൽ മരണക്കിണർ വരെ. ഏതാ മരണക്കിണർ? ക്രാക്ക് മോട്ടോർ സൈക്ലിസ്റ്റ് ലൂപ്പിംഗ് ദ ഡോം ഓഫ് ഡെത്ത്, അതാണ് മരണക്കിണർ. അപ്പോ തത്തകളുടെ പെർഫോമൻസ് മുതൽ മരണക്കിണർ വരെ ഉള്ള ഐറ്റങ്ങൾ അവിടെ സർക്കസ് കമ്പനിയിൽ നമുക്ക് വേണ്ടി അവിടെ ഒരുക്കിയിരുന്നു. ഇതിന് പുറമെ there were lotteries, നറുക്കെടുപ്പ്, ലോട്ടറി ഉണ്ടായിരുന്നു. ആൻഡ് ഷൂട്ടിംഗ് ഗാലറീസ്, അതുപോലെ തന്നെ ഷൂട്ടിംഗ് ഗാലറീസ്. നിങ്ങൾ പൂരത്തിനും നേർച്ചയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ടാർഗറ്റ് വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റ് നമുക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്മാനങ്ങൾ ലഭിക്കും. അപ്പൊ ഇത്തരത്തിൽ ഷൂട്ടിംഗ് ഗാലറീസ് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഹിയർ ഫോർ ജസ്റ്റ് 8 അണാസ് യു കുഡ് അക്വയർ പ്രൈസസ്. ഇവിടെ നമ്മൾ ലോട്ടറി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, 8 അണ കൊടുത്ത് നമ്മൾ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ യു കുഡ് അക്വയർ പ്രൈസസ്, നിങ്ങൾക്ക് സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു. സമ്മാനങ്ങൾ എന്ന് പറയുമ്പോൾ ദാറ്റ് റേഞ്ച്ഡ് ഫ്രം പിൻകുഷൻസ് മുതൽ, ഈ പിൻകുഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാലേ സൂചി കുത്തിവെക്കാനുള്ള തലയിണ പോലുള്ള ചെറിയ സംഭവം, നമ്മൾ കുഷ്യൻ എന്ന് പറയില്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ ഡസ്റ്റർ ഉണ്ടല്ലോ, അതുപോലത്തെ സൂചി കുത്തിവെക്കാവുന്ന പിൻകുഷ്യൻസ്, അതുപോലെ തന്നെ സ്യൂവിങ് മെഷീൻസ്, തയ്യൽ മെഷീനുകൾ, ക്യാമറകൾ മുതൽ ടു ഈവൻ എ റോഡ് എഞ്ചിൻ, ഏതുവരെ? റോഡ് എഞ്ചിൻ വരെയുള്ള സമ്മാനങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. കേവലം 8 അണ കൊടുത്താൽ മതി. എല്ലാ ദിവസവും നറുക്കെടുപ്പുണ്ട്. വൺ ഈവനിങ് ദേ ഡ്രൂ ദ ടിക്കറ്റ് നമ്പർ 1005. ഒരു വൈകുന്നേരത്തില് 1005 എന്ന് പറയുന്ന നമ്പറാണ് അന്നവിടെ നറുക്കെടുപ്പിൽ അവരെടുത്തത്. ആൻഡ് നമ്മളുടെ നരേറ്റർ പറയാം,
ഐ ഹാപ്പൻ ടു ഓൺ ഇറ്റ്. ആ നമ്പർ ഞാൻ സ്വന്തമാക്കിയിരുന്നു. ഓൺ, ഞാനായിരുന്നു അതിൻ്റെ ഉടമസ്ഥൻ, എൻ്റെ കൈവശമായിരുന്നു അത്. ഗ്ലാൻസിങ് ഡൗൺ ദ ലിസ്റ്റ്, ലിസ്റ്റിൻ്റെ താഴെ നോക്കിയിട്ട് they declared that I had become the owner of the road engine. ലിസ്റ്റിന്റെ താഴെ നോക്കിയിട്ട് അവർ സമ്മാനം പ്രഖ്യാപിച്ചു. അവർ ഡിക്ലെയർ ചെയ്തു, ഞാൻ റോഡ് എഞ്ചിന്റെ ഓണർ ആയിരിക്കുന്നു, എനിക്ക് റോഡ് എഞ്ചിൻ ലഭിച്ചിരിക്കുന്നു എന്നവർ പ്രഖ്യാപിച്ചു, സമ്മാനം പ്രഖ്യാപിച്ചു. Don't ask me how a road engine came to be included among the prizes. സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ ഒരു റോഡ് എഞ്ചിൻ എങ്ങനെ വന്നു എന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഐ വാസ് സ്റ്റണ്ണഡ്, ഞാനാകെ ഷോക്ക്ഡായി, ഞെട്ടിത്തരിച്ചുപോയി. കാരണം വലിയൊരു സമ്മാനമാണ് കിട്ടിയിരിക്കുന്നത്. പീപ്പിൾ ഗാദേർഡ് അറൗണ്ട്, ആളുകൾ എൻ്റെ ചുറ്റും കൂടി. ഗേസ്ഡ് അറ്റ് മീ ആസ് ഇഫ് ഐ വർ എ സ്ട്രേഞ്ച് ആനിമൽ, ഒരു വിചിത്രമായ മൃഗത്തെ പോലെ ആളുകൾ എന്നെ നോക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് നോട്ട് ദ സോർട്ട് ഓഫ് പ്രൈസ് വൺ കുഡ് ക്യാരി അറ്റ് ഹോം അറ്റ് ഷോർട്ട് നോട്ടീസ്. അറ്റ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ചെറിയ തയ്യാറെടുപ്പിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വീട്ടിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമ്മാനമായിരുന്നില്ല ഈ സമ്മാനം. എന്താ സമ്മാനം? റോഡ് എഞ്ചിൻ. അപ്പൊ എന്താ പറയുന്നത്? ഇറ്റ് വാസ് നോട്ട് ദ സോർട്ട് ഓഫ് പ്രൈസ്, ഇത് അത്തരത്തിലുള്ള സമ്മാനമല്ല. എത്തരത്തിലുള്ള സമ്മാനം? വൺ കുഡ് ക്യാരി ഹോം അറ്റ് ഷോർട്ട് നോട്ടീസ്. ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് എടുത്ത് വീട്ടിലേക്ക് ഓടാവുന്ന, അറ്റ് ഷോർട്ട് നോട്ടീസ്, പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ വീട്ടിലേക്ക് എടുത്ത് ഓടാൻ കഴിയുന്ന ഒരു സമ്മാനമല്ല. ഇപ്പൊ നമുക്ക് വല്ല വാച്ചോ വല്ല പേനയോ അല്ലെങ്കിൽ ബുക്കോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതെടുത്ത് നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും. ഇത് അത്തരത്തിലുള്ള ഒരു സമ്മാനമല്ല കിട്ടിയിട്ടുള്ളത്. ഐ ആസ്ക്ഡ് ദ ഷോമാൻ ഇഫ് ഹി വുഡ് ഹെൽപ്പ് മീ ടു ട്രാൻസ്പോർട്ട് ഇറ്റ്. ഇത് കൊണ്ടുപോവാൻ എന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ആ ഷോമാനോട് ചോദിച്ചു. എന്നാൽ ഹി ഡിക്ലൈൻഡ്, എൻ്റെ ആവശ്യം അദ്ദേഹം നിരാകരിച്ചു, നിഷേധിച്ചു. ബട്ട് അഗ്രീഡ് ടു കീപ് ദ എൻജിൻ ഓൺ ദ ഗ്രൗണ്ട്സ് ടിൽ ദ എൻഡ് ഓഫ് ദെയർ സീസൺ. പക്ഷെ അയാൾ മറ്റൊരു കാര്യം സമ്മതിച്ചു. അവരുടെ സീസൺ കഴിയുന്നത് വരെ ആ എൻജിൻ ആ ഗ്രൗണ്ടിൽ കീപ്പ് ചെയ്യാൻ, ആ ഗ്രൗണ്ടിൽ തന്നെ വെക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ അദ്ദേഹം സമ്മതിച്ചു. I asked the showman if he could find me a driver. എനിക്കൊരു ഡ്രൈവറെ കണ്ടെത്തി തരാൻ കഴിയുമോ എന്ന് ഞാൻ ആ ഷോമാനോട് ചോദിച്ചു. കാരണം ഇത് ഓടിച്ചു കൊണ്ടുപോകണ്ടേ, അതിനുവേണ്ടി എനിക്കൊരു ഡ്രൈവറെ സംഘടിപ്പിച്ചു തരാൻ കഴിയുമോ? ഹി ജസ്റ്റ് സ്മൈൽഡ്, അയാളൊന്ന് ചിരിച്ചു. Can I sell it to some municipality? I asked innocently. ഞാൻ നിഷ്കളങ്കമായിട്ട് അയാളോട് ചോദിച്ചു, ഇത് വല്ല മുനിസിപ്പാലിറ്റിക്കും എനിക്ക് വിൽക്കാൻ കഴിയില്ലേ? ഇത് വല്ല മുനിസിപ്പാലിറ്റിക്കും കൊടുത്തൊഴിവാക്കാൻ, വിറ്റൊഴിവാക്കാൻ എനിക്ക് കഴിയില്ലേ എന്ന് ഞാൻ നിഷ്കളങ്കമായി ചോദിച്ചു. ഹി ബേസ്റ്റ് ഇൻ ടു ലാഫ്, അയാൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് അയാൾ പറയാണ്, ആസ് എ ഷോമാൻ, ഒരു സർക്കസുകാരൻ എന്ന നിലയ്ക്ക്, ഞാനൊരു സർക്കസ് കമ്പനിക്കാരനായതുകൊണ്ട് ഐ ഹാവ് എനഫ് ട്രബിൾ വിത്ത് മുനിസിപ്പൽ പീപ്പിൾ. മുനിസിപ്പാലിറ്റിയുടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ആവശ്യത്തിന് പ്രശ്നങ്ങൾ എനിക്ക് ഇപ്പം തന്നെ ഉണ്ട്. അതായത് ഒരു സർക്കസ് നടത്തുന്ന ആളായതുകൊണ്ട് തന്നെ സർക്കസ് നടത്തുന്നതിന് അദ്ദേഹത്തിന് മുനിസിപ്പാലിറ്റിയുടെ പെർമിഷനൊക്കെ വേണം. അപ്പം ആ നിലയ്ക്ക് അവരുടെ ഭാഗത്തു നിന്നും അത്യാവശ്യത്തിന് അവരെന്നെ ശല്യം ചെയ്യുന്നുണ്ട്, അവരെന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. ഐ വുഡ് റാദർ കീപ്പ് ഔട്ട് ഓഫ് ദെയർ വേ. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ മുന്നിൽ നിന്നും മാറി നടക്കുകയാണ്, അവരുടെ കണ്ണിൽ പെടാതെ നോക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഈ ആവശ്യവുമായിട്ട് ഞാൻ അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് എനിക്ക് ബുദ്ധിമുട്ടാണ്. മൈ ഫ്രണ്ട്സ് ആൻഡ് വെൽ വിഷേഴ്സ് പോർട്ട് to congratulate me on my latest acquisition. എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ വെൽ വിഷേഴ്സും
എൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരും അഭിനന്ദനങ്ങളുടെ പെരുമഴ തന്നെ പെയ്യിച്ചു. വെൽവിഷേഴ്സ് poured in to congratulate me. എനിക്ക് പ്രശംസകൾ കോരിച്ചൊരിഞ്ഞു. ഓൺ മൈ ലേറ്റസ്റ്റ് അക്യൂസിഷൻ, എൻ്റെ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള, അവസാനമായിട്ടുള്ള അക്യൂസിഷൻ, ഈ നേട്ടത്തിൽ. എന്താ നേട്ടം? റോഡ് എൻജിൻ. ഈ സമ്മാനം ലഭിച്ചതിൽ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ നന്മ ആഗ്രഹിക്കുന്നവർ, വെൽവിഷേഴ്സ്, നമ്മൾ അഭ്യുദയകാംക്ഷികൾ എന്ന് പറയില്ലേ, വെൽവിഷേഴ്സ് എന്നെ പ്രശംസകൾ കൊണ്ട് മൂടി. Every day I made a trip to the Gymkhana grounds to have a look at my engine. എൻ്റെ എൻജിൻ ഒരു നോട്ടം കാണുന്നതിന് വേണ്ടി എല്ലാ ദിവസവും ഞാൻ ജിംഖാന ഗ്രൗണ്ടിലേക്ക് ഞാൻ പോയി. ഈ ജിംഖാന ഗ്രൗണ്ടിലാണ് സർക്കസ് നടക്കുന്നത്. സർക്കസ് കൂടാരം തമ്പടിച്ചിരിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ആ ജിംഖാന ഗ്രൗണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ റോഡ് എൻജിൻ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും എൻജിൻ കാണുന്നതിന് വേണ്ടി അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് പോയി. ഐ ഗ്രൂ വെരി ഫോണ്ട് ഓഫ് ഇറ്റ്. പതുക്കെ പതുക്കെ ഞാൻ എൻ്റെ എൻജിനുമായിട്ട് എൻ്റെ എൻജിൻ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഗ്രൂ വെരി ഫോണ്ട് ഓഫ്, വളരെ ഇഷ്ടം. എനിക്ക് എൻജിനോട് വളരെ ഇഷ്ടമായി മാറി. ഗ്രൂ വെരി ഫോണ്ട് ഓഫ്, ഗ്രൂ മീൻസ് ബിക്കെയിം, ആയി മാറി. ഐ ലവ്ഡ് ഇറ്റ്സ് ഷൈനിങ് ബ്രാസ് പാർട്സ്. അതിൻ്റെ തിളങ്ങുന്ന പിച്ചള കൊണ്ട് നിർമ്മിച്ച അതിൻ്റെ ബോഡി ഭാഗങ്ങൾ, പാർട്സുകൾ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഐ സ്റ്റുഡ് നിയർ ഇറ്റ്. ഞാൻ അതിൻ്റെ സമീപം നിന്നു. ആൻഡ് പാറ്റഡ് ഇറ്റ് അഫെക്ഷനേറ്റ്ലി. സ്നേഹത്തോടു കൂടി ഞാൻ എൻ്റെ എൻജിനെ തൊട്ടു തലോടി. ഹോവേർഡ് അബൌട്ട് ഇറ്റ്. ഞാൻ അതിനു ചുറ്റും നടന്ന് സമയം ചെലവഴിച്ചു. ആൻഡ് റിട്ടേൺഡ് ഹോം എവറി ഡേ ഓൺലി അറ്റ് ദ ക്ലോസ് ഓഫ് ദ ഷോ. എല്ലാ ദിവസങ്ങളിലും ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഷോ കഴിയുമ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നത്. വെൻ ദ ഷോമാൻ ഫൈനലി പാക്ഡ് അപ്പ്. അവസാനം ഷോ സീസൺ കഴിഞ്ഞ് ഷോമാൻ സർക്കസ് പാക്കപ്പ് ചെയ്തു. തൻ്റെ സാധനങ്ങളെല്ലാം കെട്ടിക്കൂട്ടി അയാൾ ആ നാട്ടിൽ നിന്നും, ആ ടൗണിൽ നിന്നും അയാൾ തിരിച്ചുപോയി. അങ്ങനെ ഐ റിസീവ്ഡ് എ നോട്ടീസ് ഫ്രം ദി മുനിസിപ്പാലിറ്റി ടു കളക്ട് മൈ റോഡ് എൻജിൻ. എൻ്റെ റോഡ് എൻജിൻ അവിടെ നിന്ന് കളക്ട് ചെയ്ത് എടുത്തുകൊണ്ടുപോവാൻ എനിക്ക് മുനിസിപ്പാലിറ്റി നോട്ടീസ് അയച്ച്, ആ നോട്ടീസ് എനിക്ക് കിട്ടി. ഐ റിസീവ്ഡ്. വെൻ ഐ വെന്റ് ദ നെക്സ്റ്റ് ഡേ. ഈ നോട്ടീസ് എനിക്ക് കിട്ടി. അടുത്ത ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ഇറ്റ് ലുക്ക്ഡ് നെഗ്ലക്റ്റഡ്. അവിടെ എൻ്റെ മെഷീൻ ലുക്ക്ഡ് നെഗ്ലക്റ്റഡ്, അവഗണിക്കപ്പെട്ട രീതിയിൽ, ആരും ശ്രദ്ധിക്കപ്പെടാതെ അവിടെ ഞാൻ കണ്ടു. ദ ഷോമാൻ ഹാഡ് മൂവ്ഡ് ഓൺ. ആ സർക്കസിന്റെ ഷോമാൻ, നടത്തിപ്പുകാരൻ പോയിരിക്കുന്നു. ലീവിംഗ് ദ എൻജിൻ വേർ ഇറ്റ് സ്റ്റുഡ്. എൻ്റെ എൻജിൻ ആ നിന്നിരുന്ന ഭാഗത്ത് തന്നെ അവശേഷിപ്പിച്ച് അതവിടെ ഇട്ട് അയാളുടെ പാടും നോക്കി പോയിരിക്കുന്നു. സങ്കടപ്പെടാനൊന്നുമില്ല. എന്താ കാരണം? ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി സേഫ് ദോ. എൻ്റെ എൻജിൻ അവിടെ 100% അവിടെ സേഫാണ്. കാരണം അതാരും മോഷ്ടിച്ചു കൊണ്ടുപോകത്തക്ക ചെറിയ സാധനമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അതവിടെ സേഫായിരുന്നു, സുരക്ഷിതമായിരുന്നു. അങ്ങനെ തിരിച്ചു പോന്നു. അധികം വൈകാതെ സൂൺ ഐ റിസീവ്ഡ് എ സെക്കൻഡ് നോട്ടീസ് ഫ്രം ദി മുനിസിപ്പാലിറ്റി. മുനിസിപ്പാലിറ്റിയുടെ രണ്ടാമത്തെ നോട്ടീസും എനിക്ക് ലഭിച്ചു. ആദ്യത്തെ നോട്ടീസ് പോലെയല്ല. ഓർഡറിംഗ് ദാറ്റ് ദ എൻജിൻ ഷുഡ് ബി റിമൂവ്ഡ് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്. എത്രയും പെട്ടെന്ന് അർജന്റായിട്ട് എൻജിൻ അവിടുന്ന് നീക്കം ചെയ്യണമെന്ന ഉത്തരവായിരുന്നു രണ്ടാമത്തെ നോട്ടീസ്. അതർവൈസ്, അല്ലെങ്കിൽ എൻജിൻ നീക്കിയില്ലെങ്കിൽ
ദേ വുഡ് ചാർജ് റെന്റ് ഫോർ ദ ഗ്രൗണ്ട്സ്. ആ ഗ്രൗണ്ടിന്, ജിംഖാന ഗ്രൗണ്ടിന് ഞാൻ എൻജിൻ നിർത്തിയതിന് എനിക്ക് വാടക ഈടാക്കും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ആഫ്റ്റർ എ ഡീപ്പ് തോട്ട് ഐ കൺസെന്റഡ് ടു പേ ദ റെന്റ്. വളരെ ആഴത്തിൽ ചിന്തിച്ച ശേഷം റെന്റ് കൊടുക്കാൻ തന്നെ ഞാൻ സമ്മതിച്ചു. ഐ പെയ്ഡ് 10 rupees എ മന്ത് ഫോർ ദ നെക്സ്റ്റ് 3 months. അടുത്ത 3 മാസക്കാലം, 3 മാസത്തോളം 10 രൂപ ഞാൻ റെന്റ് കൊടുത്തു. ഒരു മാസത്തിന് 10 രൂപ. ഡിയർ സേഴ്സ്, പ്രിയപ്പെട്ട സേഴ്സ്, ഐ വാസ് എ പുവർ മാൻ. ഞാനൊരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. ഈവൻ ദ ഹൗസ് വിച്ച് മൈ വൈഫ് ആൻഡ് ഐ ഒക്യുപ്പൈഡ്, ഞാനും എൻ്റെ ഭാര്യയും താമസിക്കുന്ന വീട്, കോസ്റ്റ് മീ, ആ വീടിന് എനിക്ക് ചിലവ് വരുന്നത് ഓൺലി 4 rupees എ മന്ത്, ഒരു മാസം 4 രൂപയാണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് വെറും 4 രൂപ മാത്രം വാടക വരുന്ന വളരെ ചെറിയ ഒരു വീട്ടിലായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും താമസിച്ചിരുന്നത്. ആൻഡ് ഫാൻസി മൈ പേയിങ് 10 rupees എ മന്ത് ഫോർ ദ റോഡ് എൻജിൻ. എന്നാൽ ഈ റോഡ് എൻജിന് ഒരു മാസം 10 രൂപ കൊടുക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം താല്പര്യപ്പെടുന്നു. മാത്രമല്ല, അതിനു വേണ്ടി ഇറ്റ് എ കട്ട് ഇൻ ടു മൈ സ്ലെൻഡർ ബജറ്റ്. അദ്ദേഹത്തിൻ്റെ സ്ലെൻഡർ ബജറ്റ്, സ്മോൾ ബജറ്റ്, ഒരു മാസത്തേക്ക് അദ്ദേഹത്തിന് വരുന്ന ആ ഒരു ചെറിയ തുക, ചെറിയൊരു ബജറ്റ് കൊണ്ടാണ്, തുക കൊണ്ടാണ് അദ്ദേഹം ഒരു മാസം തള്ളി നീക്കുന്നത്. ആ സ്ലെൻഡർ ബജറ്റ്, ആ ചെറിയ ബജറ്റ്, ആ തുക അദ്ദേഹം കട്ട് ചെയ്തു. അതിൽ നിന്നുമാണ് എൻജിന് വേണ്ടിയിട്ട് 10 രൂപ അദ്ദേഹം കണ്ടെത്തിയത്. മാത്രമല്ല, ഐ ഹാഡ് ടു പ്ലെഡ്ജ് എ ജ്വൽ ഓർ 2 ബിലോങ്ങിങ് ടു മൈ വൈഫ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ 1-2 ആഭരണങ്ങൾ അദ്ദേഹം പണയം വെക്കുകയും ചെയ്തു. Every day my wife asked me what I proposed to do with the engine. ഓരോ ദിവസവും നിങ്ങൾ ഈ എൻജിൻ കൊണ്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് എൻ്റെ ഭാര്യ എന്നോട് ആവശ്യപ്പെട്ടു. ഐ ഹാഡ് നോ ആൻസർ ടു ഗീവ് ഹർ. അവൾക്ക് നൽകാൻ ഒരു ഉത്തരമില്ലായിരുന്നു. ഐ വെന്റ് അപ്പ് ആൻഡ് ഡൗൺ. ഐ വെന്റ് അപ്പ് ആൻഡ് ഡൗൺ ദ ടൗൺ offering it for a sale to all and sundry. ഈ എൻജിൻ വിൽക്കുന്നതിന് വേണ്ടി ഞാൻ ടൗണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടന്നു. ഈ എൻജിൻ ഒന്ന് വിൽക്കുന്നതിന് വേണ്ടി, ഓഫറിംഗ് ഇറ്റ് ഫോർ സെയിൽ, സെയിൽ ചെയ്യുന്നതിന് വേണ്ടി, ടു ഓൾ ആൻഡ് സൺട്രി. ഓൾ ആൻഡ് സൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവരി വൺ, എല്ലാ ആൾക്കാർക്കും, എല്ലാവരോടും ചോദിച്ചു. അപ്പോൾ ഇതൊന്ന് സെയിൽ ചെയ്യുന്നതിന് വേണ്ടി, ഇതൊന്ന് വിറ്റ് കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ടൗണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആ സമയത്ത് സംവൺ സജസ്റ്റഡ്, ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, മീറ്റ് ദ മുനിസിപ്പൽ ചെയർമാൻ, നിങ്ങൾ പോയിട്ട് മുനിസിപ്പൽ ചെയർമാനെ കാണൂ. ഹി മേ ബൈ ഇറ്റ് ഫോർ ദ മുനിസിപ്പാലിറ്റി, മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി അദ്ദേഹം ഇത് വാങ്ങാം. ഒരു മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം റോഡ് എൻജിൻ അവർക്ക് ആവശ്യമാണ്. വിത്ത് ഗ്രേറ്റ് അപ്രിഹെൻഷൻ ഐ വെന്റ് ടു ദ മുനിസിപ്പൽ ഓഫീസ്. വളരെ വ്യാകുലതയോടുകൂടി, ചിന്തകളുമായിട്ട് ഞാൻ മുനിസിപ്പൽ ഓഫീസിലേക്ക് ചെന്നു. എൻറ്റേർഡ് ദി ചെയർമാൻസ് റൂം, ചെയർമാൻ്റെ റൂമിൽ പ്രവേശിച്ചു. ഐ മെൻഷൻഡ് മൈ ബിസിനസ്, ഞാൻ എൻ്റെ ഉദ്ദേശം, എൻ്റെ ബിസിനസ് ഞാൻ അവിടെ സൂചിപ്പിച്ചു. I told him I was prepared to give away the engine at a great concession. ഞാൻ വളരെ വലിയ ഇളവിൽ, വളരെ വലിയ കൺസെഷനോടുകൂടി, വില കുറച്ചിട്ട് ഞാൻ ഈ എൻജിൻ വിൽക്കാൻ തയ്യാറാണെന്ന് ചെയർമാനെ ഞാൻ അറിയിച്ചു. I started talking about the importance of owning a road roller.
ഒരു റോഡ് റോളർ സ്വന്തമായിട്ടുണ്ടാകുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ അദ്ദേഹത്തോട് വിശദീകരിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടും ഒരു റോഡ് എഞ്ചിൻ മുനിസിപ്പാലിറ്റിക്ക് ഗുണകരമാണ്. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണെന്നൊക്കെ അദ്ദേഹം വാ തോരാതെ ചെയർമാനോട് സംസാരിച്ചു. ബട്ട് ദാറ്റ് അറ്റംപ്റ്റ് ടു ടേൺ ഔട്ട് ടു ബി ഫ്യൂട്ടൈൽ. പക്ഷേ എൻ്റെ ആ ശ്രമം ടേൺ ഔട്ട് ടു ബി ഫ്യൂട്ടൈൽ, അത് പരാജയമായി മാറി. അതൊരു വിഫല ശ്രമമായിട്ട്, പരാജയമായിട്ട് ഭവിച്ചു. I realized that I was making myself bankrupt. ഞാൻ ഈ പോകുന്നത് ഒരു കടബാധ്യതയിലേക്കാണെന്നുള്ള ബോധം എനിക്ക് വന്നു. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ബാങ്ക്രപ്റ്റ്, ഞാൻ ഒന്നുമില്ലാത്തവനായിട്ട് കടബാധ്യത വന്നു കൂടുമെന്ന് ഐ റിയലൈസ്ഡ്. അതും എങ്ങനെ? മെയിൻറ്റെയിനിങ് ദ എൻജിൻ ഇൻ ദ ജിംഖാന ഗ്രൗണ്ട്സ്. ജിംഖാന ഗ്രൗണ്ടിൽ ഈ എൻജിൻ നിലനിർത്തുന്നതിന് വേണ്ടി അതിൻ്റെ റെന്റ് കൊടുത്തിട്ട് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്നെ കടക്കണിയിൽ എത്തിക്കുമെന്ന യാഥാർത്ഥ്യം ഞാൻ ഉൾക്കൊണ്ടു. ഫ്രഷ് കോംപ്ലിക്കേഷൻസ് എറോസ്. പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തു, പൊങ്ങി വന്നു. എപ്പോ? വെൻ എ കാറ്റിൽ ഷോ കെയിം. ഒരു കന്നുകാലി പ്രദർശനം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പുതിയ പ്രശ്നങ്ങൾ വന്നു. അതായത് ഈ ജിംഖാന ഗ്രൗണ്ടിൽ ഒരു കാറ്റിൽ ഷോ വന്നു. അതിൻ്റെ ഭാഗമായി എനിക്കും പ്രശ്നമുണ്ടായി. എന്ത് പ്രശ്നം? ഐ വാസ് ഗിവൺ 24 hours ടു ഗെറ്റ് ദ തിങ് ഔട്ട് ഓഫ് ദി ഗ്രൗണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ആ ഗ്രൗണ്ടിൽ നിന്നും എൻ്റെ റോഡ് എൻജിൻ മാറ്റണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഐ ബിക്കെയിം ഡെസ്പെറേറ്റ്. ഞാൻ ആകെ ഡെസ്പായി, ആകെ നിരാശയിലായി. There was not a single person for 50 miles around. ചുറ്റുമൊരു 50 മൈൽ ദൂരത്തിൽ ഞാൻ അന്വേഷിച്ചിട്ട് സിംഗിൾ പേഴ്സൺ, എനിക്ക് ഒരു വ്യക്തിയെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു വ്യക്തിയും ഉണ്ടായിരുന്നില്ല. എങ്ങനത്തെ വ്യക്തി? ഹൂ ന്യൂ എനിത്തിങ് അബൌട്ട് ഡ്രൈവിംഗ് എ റോഡ് എൻജിൻ. ഒരു റോഡ് എൻജിൻ ഡ്രൈവ് ചെയ്യുന്നതിനെ കുറിച്ച് അറിയുന്ന, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തി പോലും ആ ഒരു ഭാഗത്ത്, ആ ഒരു ടൗണിൽ 50 മൈൽ ചുറ്റളവിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. ഐ ബെഗ്ഡ് എവരി പാസിംഗ് ബസ് ഡ്രൈവർ ടു ഹെൽപ്പ് മീ. അതുവഴി പാസ് ചെയ്യുന്ന ഓരോ ബസ് ഡ്രൈവർമാരോടും എന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടു. ബട്ട് വിത്തൗട്ട് യൂസ്. അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. ഐ ഈവൻ അപ്രോച്ച്ഡ് ദ സ്റ്റേഷൻ മാസ്റ്റർ. ഞാൻ സ്റ്റേഷൻ മാസ്റ്ററെ പോലും സമീപിച്ചു. ടു പുട്ട് ഇൻ എ വേർഡ് വിത്ത് ദ മെയിൽ എൻജിൻ ഡ്രൈവർ, അതായത് തീവണ്ടിയുടെ ഡ്രൈവർ, എൻജിൻ ഡ്രൈവറോട് ഒന്ന് സംസാരിക്കാൻ അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി സ്റ്റേഷൻ മാസ്റ്ററെ ഞാൻ സമീപിച്ചു. മീൻവൈൽ, അതേസമയം ദ മുനിസിപ്പാലിറ്റി വാസ് പ്രസ്സിംഗ് മീ ടു ക്ലിയർ ഔട്ട്. ആ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി, എൻ്റെ എൻജിൻ അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റി എന്നെ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. ഐ സോ ദ പ്രീസ്റ്റ് ഓഫ് ദി ലോക്കൽ ടെമ്പിൾ. ആ പ്രദേശത്തെ ക്ഷേത്രത്തിലെ പുരോഹിതനെ ഞാൻ ചെന്ന് കണ്ടു. മാനേജർ ടു ഗെയിൻ ഹിസ് സിമ്പതി. അദ്ദേഹത്തിൻ്റെ സഹതാപം പിടിച്ചു പറ്റാൻ ഞാൻ നോക്കി. ഹി ഓഫേർഡ് മീ ദ സർവീസസ് ഓഫ് ഹിസ് ടെമ്പിൾ എലഫന്റ്. ക്ഷേത്രത്തിലെ ആനയുടെ സേവനം അദ്ദേഹം എനിക്ക് ഓഫർ ചെയ്തു, എനിക്ക് നൽകി. ഐ ഓൾസോ എൻഗേജ്ഡ് 50 കൂലീസ് ടു പുഷ് ദ എൻജിൻ ഫ്രം ബിഹൈൻഡ്. ആനയുടെ സേവനം മാത്രം പോരാ, എൻജിന്റെ പിറകിൽ നിന്നും തള്ളാൻ 50 കൂലികളെയും ഞാൻ ഏർപ്പെടുത്തി. യു മേ ബി ഷുവർ, നിങ്ങൾക്ക് ഉറപ്പിക്കാം. എന്ത്? ദിസ്, ഇതോടുകൂടി, ഇത്ര കൂടി ഞാൻ ചെയ്യുന്നതോടുകൂടി ഡ്രെയിൻഡ് ഓൾ മൈ റിസോഴ്സസ്. എൻ്റെ പണത്തിൻ്റെ സോഴ്സ് എല്ലാം, എൻ്റെ കയ്യിലുള്ള പണമെല്ലാം ഇതോടുകൂടി എന്തു ചെയ്യും? കഴിയുമെന്ന്.
ഞാൻ പാപ്പരാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഉറപ്പിക്കാം. ദ കൂലീസ് വാണ്ടഡ് 8 anas പെർ ഹെഡ്. കൂലീസ് അതായത് തൊഴിലാളികൾ ഒരാൾ വീതം 8 അണയാണ് അവർ ആവശ്യപ്പെട്ടത്. ദ ടെമ്പിൾ എലഫന്റ് കോസ്റ്റ് മീ 7 rupees എ ഡേ. ആനയ്ക്ക് ഒരു ദിവസത്തിന് 7 രൂപയാണ് ചിലവ് വരുന്നത്. അതിനെല്ലാം പുറമെ ഐ ഹാവ് ടു ഗിവ് ഇറ്റ് എ ഡേയ്സ് ഫീഡ്. ആനയ്ക്ക് ഞാൻ ആ ഒരു ദിവസത്തെ ഭക്ഷണവും നൽകണം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി ഈ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് ഭാഗം, അതായത് സെക്കൻഡ് പാർട്ട്, നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ ആളുകളും വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.